പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. ആഗോള നിക്ഷേപത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമെന്ന് സിറ്റി ഗ്രൂപ്പ്. ഊർജം, അടിസ്ഥാന സൗകര്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയിൽ നിക്ഷേപ സാധ്യതയേറുന്നുവെന്നും ഗ്രൂപ്പ് വൈസ് ചെയർമാൻ വിശ്വാസ് രാഘവൻ. ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു പിന്നാലെ ആഗോള നിക്ഷേപങ്ങളുടെ ഏറ്റവും വലിയ 2ാമത്തെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയായിരിക്കുമെന്ന് പ്രമുഖ വാൾസ്ട്രീറ്റ് ബാങ്കർ സിറ്റി ഗ്രൂപ്പ് പറഞ്ഞു. $3 ട്രില്യൺ നിക്ഷേപിക്കുന്ന നിക്ഷേപകർ ഇവിടേക്ക് എത്തുമെന്നും ഗ്രൂപ്പ് വൈസ് ചെയർമാൻ വിശ്വാസ് രാഘവൻ പറഞ്ഞു. ഇൻവേർഡ് നിക്ഷേപത്തിന്റെ ഏറ്റവും വലിയ വിപണി US-ഉം 2ാമത്തെ വലിയ വിപണി ഇന്ത്യയുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. US-നെ വീണ്ടും ഉൽപാദന കേന്ദ്രമാക്കാൻ ട്രംപ് പ്രേരിപ്പിക്കുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനികൾ അവരുടെ നിക്ഷേപ പദ്ധതികൾ പുനഃക്രമീകരിക്കുകയാണ്. നയപരമായ മാറ്റങ്ങൾ ആഗോള ബിസിനസ് ക്രമത്തെ അസ്വസ്ഥമാക്കുമെങ്കിലും അവ US-ലെ ജോലികൾ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഏറ്റവും മികച്ച വിപണിയാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. സമ്പദ്വ്യവസ്ഥ 7% സംയുക്ത വാർഷിക നിരക്കിൽ വളരുമെന്നും അദ്ദേഹം പ്രവചിച്ചു. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി വളർന്നുവരുന്ന വിപണികളിൽ ഏറ്റവും മികച്ച വരുമാനം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകൾ നേടിയിട്ടുണ്ട്. ലാഭക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള ആഗോള പുനഃക്രമീകരണത്തിന്റെ ഭാഗമായി സിറ്റി ഗ്രൂപ്പ് സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും തങ്ങളുടെ സാന്നിധ്യം നിലനിർത്തിക്കൊണ്ടുതന്നെ ഇന്ത്യയുൾപ്പെടെ ഏഷ്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെയും റീറ്റെയിൽ ബിസിനസ് വിറ്റു. ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഇതൊരു കോർപ്പറേറ്റ് ബാങ്കായി തുടരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയിൽ നിന്ന് കുടിയേറ്റം വർദ്ധിക്കുന്നതായി പഠനം. 2022 5,60,000 ഇന്ത്യക്കാർ വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറി. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണത്തിൽ വർധന മുൻവർഷത്തെ അപേക്ഷിച്ച് 30% വർധന രേഖപ്പെടുത്തി. OECD രാജ്യങ്ങളിലേക്കുള്ള പുതിയ കുടിയേറ്റക്കാരിൽ 6.4% ഇന്ത്യക്കാരും 3.8% ചൈനക്കാരുമാണ്. മെച്ചപ്പെട്ട സാമ്പത്തിക നയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഗ്രൂപ്പാണ് OECD രാജ്യങ്ങൾ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ജർമ്മനി, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ തുടങ്ങി 38 രാജ്യങ്ങൾ ഈ സംഘടനയിൽ ഉൾപ്പെടുന്നു. അവയിൽ പലതും ഉയർന്ന വികസിത സമ്പദ് വ്യവസ്ഥകളാണ്. വ്യാപാരം, വിദ്യാഭ്യാസം, ആരോഗ്യം, പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളിൽ ഈ രാജ്യങ്ങൾ സഹകരിക്കുന്നു. 2022 UK-യിലേക്കുള്ള ഇന്ത്യൻ കുടിയേറ്റത്തിൽ വർധനവുണ്ടായി. ഇന്ത്യക്കാരുടെ എണ്ണം മുൻവർഷങ്ങളെക്കാൾ ഇരട്ടിയായി. 2022 മൊത്തം 1,12,000 ഇന്ത്യക്കാർ UK-യിലേക്ക് താമസം മാറി. 2021 രേഖപ്പെടുത്തിയതിന്റെ ഏതാണ്ട് ഇരട്ടിയോളം വരും ഇത്. UK-യിൽ നൈപുണ്യമുള്ള തൊഴിലാളികളുടെ വർദ്ധിച്ചുവരുന്ന ഡിമാൻഡും തൊഴിലാളികൾക്ക് അപേക്ഷിക്കാൻ എളുപ്പമാക്കിയ കുടിയേറ്റ നയങ്ങളുമാണ് ഈ കുതിച്ചുചാട്ടത്തിന് കാരണം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. US-ലെ സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിൾ നിയമം ലഘൂകരിക്കാൻ ട്രംപ്. നിയമങ്ങളിൽ ഇളവ് വരുത്താൻ ഫെഡറൽ ചട്ടക്കൂടുണ്ടാക്കാനും പദ്ധതി. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രാൻസിഷൻ ടീമിലെ അംഗങ്ങൾ സെൽഫ് ഡ്രൈവിംഗ് വാഹനങ്ങൾക്കായി ഒരു ഫെഡറൽ ചട്ടക്കൂടുണ്ടാക്കാൻ പദ്ധതിയിടുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലുകളോ കാർ പെഡലുകളോ ഇല്ലാതെ വലിയ അളവിൽ വാഹനങ്ങൾ വിന്യസിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾക്ക് നിലവിലെ ഫെഡറൽ നിയമങ്ങൾ കാര്യമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. സ്വയം ഡ്രൈവിംഗ് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് വികസിപ്പിക്കുന്നതിന് ഡിപ്പാർട്ട്മെന്റിനായി നയനേതാക്കളെ ട്രംപ് ടീം തിരയുന്നുണ്ട്. നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ മുഖേന ഗതാഗത വകുപ്പിന് സ്വയംഭരണ വാഹനങ്ങൾ ഓടിക്കുന്നത് എളുപ്പമാക്കുന്ന നിയമങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുമെങ്കിലും സ്വയം ഡ്രൈവിംഗ് കാറുകൾ വൻതോതിൽ സ്വീകരിക്കുന്നതിന് നിയമം വഴിയൊരുക്കും. പുതിയ നിയമം ടെസ്ല ഇൻകോർപ്പറേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ട്രംപിന്റെ മെഗാദാതാവുമായ ഇലോൺ മസ്കിന് നേരിട്ട് ഗുണം ചെയ്യും. 2026 മുതൽ ഡ്രൈവറില്ലാത്ത റോബോ ടാക്സികൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ മസ്ക് പ്രഖ്യാപിച്ചിരുന്നു. സൈബർ ക്യാബ് എന്ന് വിളിക്കുന്ന മസ്കിന്റെ പദ്ധതികൾക്ക് നിലവിലെ US നിയന്ത്രണങ്ങൾ തടസ്സം സൃഷ്ടിക്കും. നിയമമാറ്റം മസ്കിന് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നത് വേഗത്തിലാക്കുന്ന പുതിയ ഫോറൻസിക് മെഡിസിൻ കേന്ദ്രവുമായി ദുബായ് പോലീസ്. ഈ സൗകര്യത്തിലൂടെ ദിവസങ്ങളോളം എടുക്കുന്ന പരിശോധനാ ഫലം മണിക്കൂറുകൾക്കുള്ളിൽ ലഭ്യമാകും. റിസൾട്ടുകൾക്ക് 95% കൃത്യതയുമുണ്ടാകും. മനുഷ്യ ശരീരത്തിന്റെ ആകൃതിയിൽ നിർമ്മിച്ച കെട്ടിടം ടുണീഷ്യ സ്ട്രീറ്റിൽ നിർമ്മാണത്തിലാണ്. 2026 അവസാനത്തോടെ ഇത് പ്രവർത്തന സജ്ജമാക്കാനാണ് ശ്രമം. വിവിധ മേഖലകളിൽ നൂതനത്വം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ
ദുബായ് പോലീസ് നടപ്പിലാക്കുന്ന 7 സംരംഭങ്ങളുടെ ഭാഗമാണ് പദ്ധതി. വെർച്വൽ ഓട്ടോപ്സി സാങ്കേതിക വിദ്യകൾ ഇവിടെ ലഭ്യമാകും. 10 ദിവസം വേണ്ടിവരുന്ന പരിശോധനാ സമയം 2 മണിക്കൂറായി കുറയ്ക്കുകയും ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ എണ്ണം 50% കുറയ്ക്കുകയും ചെയ്യും. അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി ടെക്നിക്കുകളും സ്വീകരിക്കും. ഫലങ്ങളുടെ കൃത്യത 95% വർദ്ധിപ്പിക്കുകയും ചെയ്യും. പരീക്ഷണ സമയം 48 മണിക്കൂറിൽ നിന്ന് 12 മണിക്കൂറായി കുറയ്ക്കുന്ന ആധുനിക പാത്തോളജി ലാബും ഫലങ്ങളുടെ കൃത്യത 90% വർദ്ധിപ്പിക്കുന്ന ലൈംഗിക അതിക്രമം പരിശോധിക്കുന്നതിനുള്ള വിപുലമായ ഉപകരണങ്ങൾക്ക് പുറമെ കൃത്യത വർദ്ധിപ്പിക്കുന്ന ആധുനിക പാത്തോളജി ലാബും കെട്ടിടത്തിലുണ്ടെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നോൺ സ്റ്റോപ്പ് വിമാന സർവീസുമായി ക്വാണ്ടാസ് 2026-ൽ സർവീസ് ആരംഭിക്കാനാണ് പദ്ധതി. നോൺ സ്റ്റോപ്പ് കൊമേഴ്സ്യൽ വിമാന സേവന പദ്ധതിയായ പ്രൊജക്ട് സൺറൈസിലൂടെയാണ് ഓസ്ട്രേലിയൻ എയർലൈനായ ക്വാണ്ടാസ് യാത്രാവിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത്. സിഡ്നിയിൽ നിന്നും ലണ്ടൻ, ന്യൂയോർക്ക് എന്നീ നഗരങ്ങളിലേക്കാണ് സർവീസ് ആരംഭിക്കുന്നത്. 19 മുതൽ 22 മണിക്കൂർ വരെ ദൈർഘ്യമുള്ള വിമാന സർവീസാണ് ലക്ഷ്യം. സിംഗപ്പൂർ എയർലൈൻസിന്റെ സിംഗപ്പൂർ ന്യൂയോർക്ക് സർവീസാണ് നിലവിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസ്. 18 മണിക്കൂറാണ് ഇതിന്റെ ദൈർഘ്യം. എയർബസുമായി ചേർന്നാണ് ക്വാണ്ടാസ് പദ്ധതി നടപ്പാക്കുന്നത്. ദീർഘദൂര യാത്രയ്ക്കായി പ്രത്യേകം സജ്ജമാക്കുന്ന എയർബസ് A350 എയർക്രാഫ്റ്റുകളായിരിക്കും സർവീസിനായി ഉപയോഗിക്കുക. യാത്രക്കാരുടെ സൗകര്യത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന പരിഷ്കാരങ്ങൾ വിമാനങ്ങളിൽ അവതരിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.